നമസ്കാരം, വീക്കിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വിശേഷങ്ങൾ. IIT എയിംസ്, ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നിവയിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതി 10,000. അടുത്ത സ്ക്രീനിംഗ് ടെസ്റ്റ് ജനുവരി 26-ന്. JEE മെയിൻ ചൂടിൽ വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ ഡൗട്ട് ക്ലിയറൻസും ഷുവർ ഷോട്ട് ലൈവ് സീരീസും. ക്രാഷ് കോഴ്സ് ഫേസ് 2 ജനുവരിയിൽ ആരംഭിക്കുന്നു. അഡ്മിഷൻ എടുത്ത് 1000. ബ്രില്യന്റിലെ ഈ വർഷത്തെ ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം അന്തിമഘട്ടത്തിൽ. ബ്രില്യന്റിന്റെ IIT എയിംസ് 2-year +2 പ്രോഗ്രാമിലും ഫൗണ്ടേഷൻ പ്രോഗ്രാമിലും ജോയിൻ ചെയ്യുന്നതിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതിയത് 10,000-ഓളം വിദ്യാർത്ഥികളാണ്. അടുത്ത സ്ക്രീനിംഗ് ടെസ്റ്റ് ജനുവരി 26-ന് നടക്കും. റിപ്പോർട്ടിലേക്ക്. IIT എയിംസ് 2-year +2 പ്രോഗ്രാം, ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റാണ് ഡിസംബർ 1-ന് നടന്നത്. കേരളത്തിലും ബംഗളൂരുവിലും ദുബായിലും ഖത്തറിലുമായി 50ഓളം സെന്ററുകളിൽ 10,000-ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും നിറഞ്ഞപ്പോൾ ബ്രില്യന്റിന്റെ എല്ലാ സെന്ററുകളിലും ഉത്സവ പ്രതീതിയായിരുന്നു. ഡോക്ടർ ആണെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രില്യൻറ്റിൽ എത്തിയത് തന്നെ. ബ്രില്യൻറ്റ് പണ്ടേ മുതൽ നല്ലതാണ്, എല്ലാവരും പഠിച്ചിട്ട് ബ്രില്യൻറ്റിൽ നിന്നാണ് എല്ലാവരും പഠിച്ച് ഡോക്ടർ ആയതെന്നൊക്കെ അറിഞ്ഞു. അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്താൽ എത്തിയത്. ഇവിടെ വന്നപ്പോൾ എല്ലാം നല്ലതാണ്. ബ്രില്യൻറ്റ് തന്നെ സൂപ്പറാണ്. എക്സാം എളുപ്പമായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇതിനു വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ? മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വെരി ഇംപ്രൂവ്ഡ്. ജനുവരി 26-നാണ് അടുത്ത സ്ക്രീനിംഗ് ടെസ്റ്റ് നടക്കുന്നത്. 2025 JEE മെയിൻ ആദ്യ സെഷന് 1 മാസം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിലെത്തി ഡൗട്ട് ക്ലിയറൻസ് ചെയ്തു കൊടുക്കുകയാണ് അധ്യാപകർ. ഒപ്പം ഷുവർ ഷോട്ട് ലൈവ് സീരീസും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. റിപ്പോർട്ടിലേക്ക്. JEE മെയിൻ ആദ്യ സെഷൻ ജനുവരിയിൽ ആരംഭിക്കാനിരിക്കെ റഫറൻസ് സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾക്കായി അധ്യാപകർ ക്ലാസ്സിലെത്തി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു കൊടുക്കുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിലെ പ്രഗത്ഭരായ പ്രൊഫസർമാരാണ് വിദ്യാർത്ഥികളിലേക്ക് എത്തി ഡൗട്ട് ക്ലിയറൻസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന ഷുവർ ഷോട്ട് ലൈവ് സീരീസും സ്വീകാര്യത നേടിക്കഴിഞ്ഞു. JEE മെയിൻ പരീക്ഷയുടെ തലേദിവസം വരെ ലൈവ് സീരീസും ഉണ്ടായിരിക്കും. മുൻ വർഷങ്ങളിലും വിദ്യാർത്ഥികൾക്ക് മികച്ച പെർസെന്റേജ് സ്കോർ നേടുന്നതിന് ഈ റിവിഷൻ ലൈവ് സീരീസ് സഹായിച്ചിട്ടുണ്ട്. 2025 നീറ്റ്, JEE, കീം പരീക്ഷകൾ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കായി ക്രാഷ് കോഴ്സ് ഫേസ് 2 ജനുവരിയിലും ഫേസ് 3 +2 ബോർഡ് എക്സാമിന് ശേഷവും ആരംഭിക്കും. വിവരങ്ങളിലേക്ക്. ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നീറ്റ്, JEE, കീം പരീക്ഷകൾക്കായി തയ്യാറെടുക്കാനും ഉയർന്ന വിജയം കരസ്ഥമാക്കാനുമായി ബ്രില്യന്റ് ആരംഭിച്ച പ്രോഗ്രാമാണ് ക്രാഷ് കോഴ്സ്. ഫേസ് 2 ബാച്ചുകൾ ജനുവരിയിലും ഫേസ് 3 ബാച്ചുകൾ +2 ബോർഡ് എക്സാമിന് ശേഷവും ആരംഭിക്കും. ദുബായിലിരുന്ന് 2025 നീറ്റ് പരീക്ഷയ്ക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിലൂടെ തയ്യാറെടുക്കുന്നതിനായുള്ള ക്രാഷ് ദുബായ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. +2 ബോർഡ് എക്സാമിന് ശേഷം ദുബായ് നോളജ് പാർക്കിലെ ബ്രില്യന്റ് സെന്ററിൽ ക്ലാസ്സുകൾ ആരംഭിക്കും. ലോങ് ടൈം 1 ഇയർ പ്രോഗ്രാമിന്റെ ഓൺലൈൻ ഹൈബ്രിഡ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷനും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 18-ന് ഫേസ് 1 ക്ലാസുകൾ ആരംഭിക്കും. ഇന്ത്യയിലെ നമ്പർ 1 എൻട്രൻസ് സ്ഥാപനമായ ബ്രില്യന്റിൽ ജൂനിയർ ഫാക്കൽറ്റിയായി കരിയർ കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നായി ഇതിനോടകം 1000-ഓളം അപേക്ഷകളാണ് വന്നിരിക്കുന്നത്. ഡിസംബർ 14-നാണ് സ്ക്രീനിംഗ് ടെസ്റ്റ്. എൻട്രൻസ് രംഗത്ത് കഴിഞ്ഞ 40 വർഷമായി ഒന്നാമനായി നിലകൊള്ളുന്ന പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ പഠിപ്പിച്ച് അധ്യാപന മേഖലയിൽ ഒരു ഉയർന്ന കരിയർ സ്വപ്നം കാണുന്നവർക്കായി ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിലൂടെ അവസരം തുറന്നിടുകയാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ഡിസംബർ 14-ാം തീയതി നടക്കുന്ന ഓഫ്ലൈൻ എക്സാമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ പിന്നീട് റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂവും ഡെമോ ക്ലാസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുക. ബ്രില്യന്റിന്റെ വിജയകുതിപ്പിന്റെ ഭാഗമാകാൻ 1000-ഓളം ഉദ്യോഗാർത്ഥികളാണ് ഇതിനോടകം ആപ്ലിക്കേഷനുകൾ അയച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിലെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.